അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ മുറ്റത്തൊരു മീൻതോട്ടം പദ്ധതിക്ക് തുടക്കമായി. അമോണിയ ഉൾപ്പെടെ രാസവസ്തുക്കൾ ചേർക്കാത്ത ശുദ്ധമായ മത്സ്യം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ് പദ്ധതി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി KJ ടീസൺ, ഭാര്യ സാൻഡി എന്നിവർ ചേർന്നാണ് മീൻതോട്ടം സംരംഭത്തിന് തുടക്കം കുറിച്ചത്. അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 2026 വർഷത്തെ ആദ്യത്തെ ഒരു മുറ്റത്തൊരു മീൻതോട്ടം 100 കുഞ്ഞുങ്ങളെ നൽകി നമ്മുടെ ചേട്ടൻ്റെ മീൻ വളർത്തുന്ന ആ കുളത്തിൽ നിന്ന് നിക്ഷേപിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, നല്ല മത്സ്യം കഴിക്കാൻ നമുക്ക് ഇങ്ങനെയുള്ള വീട്ടിൽ വളർത്തുന്ന മത്സ്യങ്ങളാണ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റാവുന്നത്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അമോണിയ പോലെയുള്ള ഇട്ടതൊക്കെ കിട്ടി വളരെ അസുഖങ്ങളൊക്കെ പിടിപെടുന്നുണ്ട്. അപ്പോൾ ഈ ഫിഷറീസ് ഇതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് മത്സ്യ കർഷകരെ ഇതിനെ കൂടുതലേക്ക് കൊണ്ടുവരാൻ, ഇതിൻ്റെ പദ്ധതിയിലേക്ക് കൂടുതൽ കൊണ്ടുവന്ന് ഇനിയും നമുക്ക് ഇതുപോലെയുള്ള മത്സ്യ കർഷകരെ കിട്ടിയാൽ അവരും ഇതുപോലെയുള്ള പദ്ധതിയിലേക്ക് കടന്നു വരണം. ഇന്ന് ചേച്ചി വളരെ താല്പര്യത്തോടു കൂടിയാണ് ഈ പദ്ധതിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേകം പഞ്ചായത്തിൻ്റെ പേരിൽ ചേച്ചിക്ക് നന്ദി പറയാണ്. ഇനിയും മറ്റുള്ള എല്ലാവരെയും, നമ്മുടെ കൂട്ടുകാരികളോടൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെയും ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ ചേച്ചിയും ചേട്ടനും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. പഞ്ചായത്ത് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനയ സച്ചിൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ മുഖ്യാതിഥിയായി. ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുകന്യ ജിനീഷ്, ഫിഷറീസ് കോർഡിനേറ്റർ സുബിത എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് പ്രസിഡന്റ് ജോജി ജേക്കബ്, ട്രഷറർ ബേറ്റ്സൺ, പ്രവർത്തകരായ ജെയ്സൺ, ബിജു കള്ളിക്കാടൻ, VM ജോഷി, ജെയിൻ ജോസ്, NV സത്യൻ എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്തിൽ സ്ഥിരം താമസക്കാരായ ആർക്കും 1/2 സെന്റ് ഭൂമിയിൽ മത്സ്യം കൃഷി ചെയ്യാൻ പദ്ധതിയിൽ അംഗമാകാം. 20,000 രൂപയാണ് പദ്ധതി ചെലവ്. ഇതിൽ 40% സബ്സിഡിയായ 8,000 രൂപ ഗുണഭോക്താവിന് ലഭിക്കും.